പട്ടാപ്പകൽ വീട്ടിൽ കയറി വീട്ടമ്മയുടെ മുഖത്ത് മുളകുപൊടി വിതറി മാല മോഷണം, ഒപ്പം അലമാരയിൽ സൂക്ഷിച്ച പണം കവർച്ചയും. പട്ടാമ്പി തൃത്താല പ്രധാന പാതയിൽ ഞാങ്ങാട്ടിരി ബീവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റിന്റെ മുന്നിലാണ് മോഷണം നടന്നത്. ഇവിടെയുള്ള കാട്ടുപറമ്പിൽ റസാക്കിന്റെ വീട്ടിലാണ് രാവിലെ 10:40 മോഷണം നടന്നത്. തൃശൂർ സ്വദേശികളായ ഇവർ 5 കൊല്ലമായി ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ്. റസാക്കിന്റെ ഭാര്യ സൽമത്തിന്റെ സ്വർണമാലയാണ് പൊട്ടിച്ചത്. വീടിന് പുറകിൽ തുണി അലക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഒരാൾ പറമ്പിലൂടെ വന്ന് സൽമത്തിന്റെ വായിൽ തുണി തിരുകുകയും മുഖത്ത് മുളകുപൊടി വിതറിയുമാണ് മാല പൊട്ടിച്ചത്. ഈ സമയം തന്നെ മറ്റൊരാൾ വീടിന് മുന്നിലെ വാതിലിലൂടെ അകത്ത് കയറി അലമാരയിലുണ്ടായിരുന്ന 7 ലക്ഷത്തോളം രൂപ മോഷ്ടിച്ചതായും വീട്ടുകാർ പറഞ്ഞു. പണമെടുത്ത ശേഷം ബാഗ് പറമ്പിൽ ഉപേക്ഷിച്ചിട്ടുണ്ട്. സംഭവത്തിൽ നേരിയ പരിക്കേറ്റ സൽമത്തിനെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി. രാവിലെ 10:35 ഞാനപ്പോ കിച്ചണില് ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, യുദ്ധത്തിന്റെ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ മോന് പുറത്തേക്ക് പോയി. പിന്നെ മൂത്ത മോൻ മുകളിലത്തെ നിലയിൽ കിടന്നുറങ്ങാറുന്നു. താഴത്തെ ഒരു ബെഡ്റൂമാണ്, അതിൽ ചെറിയ മോൻ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ ആ നേരത്ത് പെട്ടെന്ന് ഓളി കെട്ടിട്ടാണ് വൈഫ് പുറത്തായിരുന്നു, പാത്രം കഴുകണ്ടായിരുന്നു. അവിടെ ഓളി കെട്ടി ഞാൻ അങ്ങോട്ട് ഓടി ചെല്ലുമ്പോൾ വൈഫ് വീണ് കിടക്കുക. മേലേക്ക് നിറച്ച് മുളക് പൊടിയുണ്ട്. അപ്പം ഞാൻ അടുത്ത് പൊന്തിച്ചേക്ക് പറഞ്ഞത് വീടിൻ്റെ ഉള്ളിലേക്ക് ഒരാൾ കയറിയിട്ടുണ്ട്, അതിൽ ഓടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വൈഫിനെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ വീടിൻ്റെ ഉള്ളിലേക്ക് ഓടി വരുമ്പോഴേക്കും ആളെ കാണാനില്ല. അപ്പോൾ അലമാരയൊക്കെ തുറന്നു എടുക്കണു. ബെഡ്റൂമിൽ വന്ന് നോക്കിയപ്പോൾ അലമാരകൾ തുറന്നു എടുക്കുന്നു, ബാഗ് കാണാനും ഇല്ല. അങ്ങനെ പുറത്ത് വന്ന് നോക്കിയപ്പോൾ ബാഗ് സൈഡിൽ കിടക്കുന്നുണ്ട്. അപ്പോഴാണ് വൈഫ് പറഞ്ഞ ഒരാൾ വന്നിട്ട് കണ്ണിലേക്ക് മണക്ക് പൊടി എറിഞ്ഞ് വായിൽ തുണി തിരുകി കഴുത്തിൽ നിന്ന് മാല പൊട്ടിച്ചു. വേറൊരാൾ വീടിൻ്റെ ഫ്രണ്ട് വാതിൽ കൂടെ കയറി വന്ന് അലമാരയിൽ നിന്ന് ബാഗ് എടുത്ത് കൊണ്ടുപോയി. ക്യാഷ് ഉണ്ടായിരുന്നു ബാഗിൽ, നമ്മൾ പണയം വെച്ചിട്ടുള്ള ക്യാഷ് ഉണ്ടായിരുന്നു. ആ ക്യാഷ് ആണ് കൊണ്ടുപോയിട്ടുള്ളത്. പിന്നെ ഒരു 4.5 പവൻ്റെ കഴുത്തിലും പൊട്ടിച്ചുകൊണ്ടിരുന്നു. വൈഫിനിപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇപ്പോൾ വന്നിട്ടുള്ളൂ. 2 പേരടങ്ങിയ സംഘമാണ് വന്നതെന്നാണ് വീട്ടുകാർ പറയുന്നത്. ഇവർ മലയാളമാണ് സംസാരിച്ചിരുന്നതെന്നും പറയപ്പെടുന്നു. വീട്ടുപറമ്പിൽ നിന്നും മുളകുപൊടി കൊണ്ടുവന്ന പേപ്പർ കണ്ടെത്തിയിട്ടുണ്ട്. തൃശൂർ സ്വദേശിയായ റസാഖ് പട്ടാമ്പിയിൽ ധനകാര്യ സ്ഥാപനം നടത്തുകയാണ്. ബീവറേജസ് കോർപ്പറേഷൻ ഉള്ളതിനാൽ ഏത് സമയവും ഏറെ തിരക്കുള്ള സ്ഥലമാണിത്. എന്നാൽ മാർച്ച് 1 ആയതിനാൽ ബീവറേജസ് അവധിയായതിനാൽ പ്രദേശത്ത് ആളുകൾ ഉണ്ടായിരുന്നില്ല. സംഭവത്തിൽ ഷൊർണൂർ ഡിവൈഎസ്പി സജു കെ എബ്രഹാം, തൃത്താല SHO പ്രതാപൻ, സബ് ഇൻസ്പെക്ടർ ജഫിൻ, ഡിവൈഎസ്പി സ്ക്വാഡ് അംഗങ്ങൾ തുടങ്ങിയവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഈ ചാനൽ തൃത്താല. എന്താണ് ബ്രൈഡ്, ഇനി എപ്പ റെഡിയാവാനാ? മരുഭൂ പോലെ നിറമേകും MX, വെണ്ണിലാവായ മനസ്സിലുണ്ടോ? MXലുണ്ട്. MX വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. MX വെഡിംഗ് സെന്റർ വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി.